ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉമ്മാൻ്റെ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഉമ്മാൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞാൻ രാവിലെ തന്നെ 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് റഹ്മാൻക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷന് പോകുമ്പോൾ റഹ്മാൻ്റെ കൂടെ പോകാമെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഒക്കെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ എൻ്റെ ചെടികളും പിന്നെ ഒരു കടയുടെ ഉള്ളിലാണെന്ന് എപ്പോഴും പറയുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റഹ്മാനെ വണ്ടി സ്റ്റാർട്ടാകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ. അപ്പോൾ എനിക്കിതിൽ ബാക്കിൽ നിന്ന് കുറേ പറയാതാണ് ഞാൻ ഒന്നാമത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്നെ ഇങ്ങനെ കുറേ വഴക്ക് അറിയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിലും ഈ സെൻഡ് ചെയ്യുന്നതിനും പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ. റഹ്മാൻക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അതാ എൻ്റെ വീട്ടിലെത്തി ഞാൻ കേട്ടോ. ജീവനിൽ നാവ് തന്ന കൺമണി ഇല്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി നീരു പെയ്ത മാരിയിൽ പാട്ട് പറയും. ബാക്കി പറയും. നീര് പെയ്യും മാരിയിൽ. അങ്ങനെ ആ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഞാൻ ഈ പാട്ട് പാടിയ വീഡിയോക്ക് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാനെന്നല്ല ആര് ചെന്നാലും അമ്മക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാപ്പിളപ്പാട്ടാണെങ്കിലും എന്ത് പാട്ടാണെങ്കിലും പാടിക്കൊടുക്കുക. പിന്നെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ഇങ്ങനെ എണീറ്റ് നടക്കാനൊന്നും വയ്യാതെ ഇങ്ങനെ കിടക്കാണല്ലോ. അപ്പോൾ പുറത്തൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ത്വരയാണ് കേട്ടോ, എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പറയും എന്നെ ഒന്ന് അവിടെ കൊണ്ടേ ഇരുത്തിക്കൂടെ, അപ്പോൾ എനിക്കും കേൾക്കാമല്ലോ നിങ്ങൾ പാടുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതൊക്കെ, ഞാൻ ഇങ്ങനെ കിടക്കില്ലേന്ന്. അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോട്ട ചെറുപ്പമൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കും. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ആളിങ്ങനെ രസിച്ച് അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ഇന്നൊരു ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഞാനവിടെ ശനിയാഴ്ച ഞാനവിടെ നിന്ന് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്താ ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ദോശ കേട്ടോ ഗോതമ്പ് ദോശ. ഒന്നും ചെയ്യേണ്ട, മിക്സിയിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ മസാല ദോശനെ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ വെറുതെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയിരുന്നു. ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ട്യൂഷന് പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അല്ല കട്ടൻ ചായയും ഗോതമ്പ് ദോശയും ഗ്രീൻ പീസിൻ്റെ കറിയും കൂടെ. ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും വെച്ചിട്ടൊരു കറിയുണ്ട്, അത് ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ അതാ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ നേരെ അടുക്കളയ്ക്ക് താത്തയും വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നിൽക്കാനും കൂടി പോയത് കേട്ടോ. ഇതിങ്ങനെ പോയിക്കാണ്ട് രാത്രിയാകുമ്പോൾ തിരിച്ച് വരാറാണ്. അപ്പോൾ തത്ത കൊണ്ട് വയ്യാതായതുകൊണ്ട് ഞാൻ നിൽക്കാൻ നിന്നതാണ്. ശനിയാഴ്ച നിന്ന് ഞായറാഴ്ച ഇന്നൊരു കല്യാണം ഉണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലാണ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. താത്താൻ്റെ വീട്ടിൽ അവളെല്ലതും ഈ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അവൾ ഉപ്പേരിയാണെങ്കിലും മീൻ പൊരിക്കുന്നതാണെങ്കിലും കറി വെക്കുന്നതൊക്കെ ചട്ടിയിലാണ്. അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിലൊക്കെ ചെയ്താൽ മതിയെന്ന്. അതാ ഞാൻ പയർ തോരൻ വെക്കുകയാണ്. പയർ തോരനല്ല, മെഴുക്കുരുട്ടി എന്ന് പറയും അല്ലേ. തേങ്ങ ഇടാത്തതിന് നമ്മൾ തേങ്ങ ഇട്ടതിന് തോരെന്നും പറയും, തേങ്ങ ഇടാത്തതിന് മെഴുക്കുരുട്ടി എന്നൊക്കെ അല്ല പറയുക. ഉപ്പേരി എന്ന് പറയുമ്പോഴും തേങ്ങ ഇട്ടിട്ട് തന്നെ. ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക്, തോരനും ഉപ്പേരിയും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പയർ തോരൻ വെച്ച്, തോരന്ന് വീണ്ടും വായിൽ വരുന്നത് പയർ ഉപ്പേരി എന്നും പറയുന്നുണ്ട്, രണ്ടുമല്ല മെഴുക്ക് പുരട്ടി അങ്ങനെ പറയും. അതൊക്കെ റെഡിയാക്കി. പിന്നെ ഇന്ന് വെത്തളായിരുന്നു കേട്ടോ മീൻ. പിന്നെ വെത്തളൊക്കെ നന്നാക്കി. പിന്നെ ചോറ് ഇതാ ഞാൻ ഇവിടെ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അത് ഇവിടെ അങ്ങനെ തന്നെയാണ്, റൈസ് കുക്കറിലാണ് അവൾ വെക്കാറ്. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ വെത്തൽ നല്ല മുരിഞ്ഞ പൊരിച്ചെടുത്തിട്ടാണ്, നല്ല ടേസ്റ്റാണ്. മുരിഞ്ഞ് കിട്ടുന്ന ഈ എന്താ പറയുക, പേരൊന്നും കിട്ടുന്നില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ. ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഡേ മൈ ലൈഫ് എടുക്കുന്നത് തന്നെ. യൂട്യൂബിൽ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇട്ടാലൊന്നും അത്ര കുറേ പേരൊന്നും കാണില്ല. എനിക്ക് ഷോർട്സ് ഇട്ടാലാണ് കുറേ പേര് കാണുക. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താത്താൻ്റെ വീടാണ്, അവൾ അടുക്കളയാണ്. എൻ്റെ മോനും ഷാലും കൂടെ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാനിതാ ഇനി ഒരു ഉപ്പാക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഉള്ളി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് വറ്റൽമുളക് വഴറ്റി പുളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തി ഇട്ടത്. ഇത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്, എൻ്റെ റുക്കിയമാൻ്റെ റെസിപ്പിയാണ്. ഇവരവിടെ ഇങ്ങനെ മത്സരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് അങ്ങ് തിന്ന് തീർത്തിട്ടുണ്ട്.
അങ്ങനെ എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് തന്നെ ഇത് താത്ത വീട്ടിൽ ഉണക്കി എടുത്ത് വെച്ച വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എരിവ് ഉണ്ടായതുകൊണ്ട് ഞാൻ 2-3 എടുത്തിട്ടുള്ളൂ. ഉപ്പാക്ക് തീരെ എരിവ് ഇഷ്ടമല്ല. ഉപ്പാക്ക് ഇന്ന് കുമ്പളത്തിൻ്റെ കറിയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പാക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ അതിന് പകരം ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ അത് കൂട്ടിയിട്ട് ചോറ് തിന്നും. അങ്ങനെ ഇത് ഞാൻ പറയുമ്പോഴേ എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരുന്നുട്ടോ. പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആളാണ്, കഴിച്ച ആളാണ് എന്നിട്ട് പോലും. അങ്ങനെ ഇതാ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി, വറ്റൽമുളക് വഴറ്റി, ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു, ഉപ്പിട്ടു, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ നമ്മൾ ചമ്മന്തി റെഡി ഇട്ടാൽ. ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ ഉള്ള വെളിച്ചെണ്ണേൻ്റെ കൂടാതെ കുറച്ചുകൂടെ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ചോറൊക്കെ സെറ്റ് ചെയ്തിട്ട് സൈന ടീച്ചറെ മോളെ കല്യാണത്തിന് പോവാട്ടോ TIC-ത്തെ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സൈന ടീച്ചറെ മക്കളെ 2 ട്വിൻസാണ്. അവരെ കല്യാണം കൂടാൻ പോയി. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് TIC-യിൽ ഒരു കല്യാണം കൂടാൻ പോകുന്നതും TIC-ക്കാരെ കാണാൻ പോകുന്നതും. TIC-യിൽ ഞാനും റഹ്മാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബെഞ്ച് മാർക്കിൽ പരിചയപ്പെട്ടവർ വീണ്ടും അവിടെ ഇവനൊക്കെ നമ്മുടെ